ഭാവന സ്റ്റുഡിയോസ് നിർമ്മിച്ച് ഗിരീഷ് ഷേഡി സംവിധാനം ചെയ്ത പ്രേമലു തിയേറ്ററുകളിലെത്തി. സിനിമ വലിയ വിജയമായി. സിനിമ ഓവർസീസിൽ ഫാർസായിരുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നത്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് വെളിയിൽ ഓവർസീസിലുമൊക്കെ മികച്ച അഭിപ്രായങ്ങളായി. ആ സമയത്ത് നമ്മുടെ SS കാർത്തികേയ അദ്ദേഹം സിനിമ കണ്ടിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്തു. ഈ സിനിമ മലയാളത്തിൽ മാത്രമല്ല, അതിൻ്റെ സാധ്യതകൾ വലുതാണെന്ന് നമുക്ക് കുറച്ചുകൂടെ ബോധ്യം വരികയും അവിടുന്ന് തെലുങ്കിലും തമിഴിലുമായിട്ട് 2 ലാംഗ്വേജിലും കൂടെ നമ്മൾ പ്രേമലു റിലീസ് ചെയ്തു. മലയാളം വേർഷൻ പോലെ തന്നെ തെലുങ്കിലും തമിഴിൽ റെഡ് ജയിലാണ് പ്രേമലു പ്രസന്റ് ചെയ്തത്. 2 ലാംഗ്വേജിലും സിനിമ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. മലയാളത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതിൽ റോംകോം ജോണറിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററായി തന്നെ പ്രേമലു അതിൻ്റെ വിജയം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. OTT റിലീസായി ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്കായിട്ടും സിനിമ ഇപ്പോഴും കേരളത്തിലും തമിഴ് വേർഷൻ തമിഴ്നാട്ടിലുമൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു തരത്തിൽ മലയാള സിനിമ അങ്ങനെ ഒരു തിയേറ്ററിലേക്ക് ആളുകളൊക്കെ വരാൻ ബുദ്ധിമുട്ടി നിന്നിരുന്ന ഒരു സമയത്ത് ആണ് പ്രേമലു തിയേറ്ററിനെ അപ്രോച്ച് ചെയ്തത്. അത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരു സിനിമയ്ക്ക് മാത്രമല്ല, ഒരു ഇൻഡസ്ട്രിക്ക് തന്നെ ഭയങ്കര ആത്മവിശ്വാസം തോന്നുന്ന തരത്തിലേക്ക് വിജയിക്കാനും മലയാളത്തിന് പുറത്തേക്ക് പോലുമുള്ള പുതിയ മാർക്കറ്റുകളിൽ മലയാള സിനിമയ്ക്ക് സാധ്യത നേടാനും പ്രേമലുവിന് കഴിഞ്ഞു എന്നുള്ളത് പ്രേമലുവിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ പ്രേമലു എന്ന സിനിമയുടെ നേരിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ സഹകരിച്ചിട്ടുള്ളവർ മാത്രമാണ്. പുറത്തുനിന്ന് ആരും തന്നെ ഇല്ല. എല്ലാം പ്രേമലുവിൻ്റെ ആൾക്കാർ തന്നെ. നമുക്ക് ഓരോരുത്തർക്കും അതുകൊണ്ട് 100% അഭിമാനിക്കാം, ഭയങ്കര സന്തോഷിക്കാം. പ്രേമലു എന്ന ചിത്രത്തിന്റെ വിജയം, ആ സിനിമ സാധ്യമാക്കിയ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ടെക്നീഷ്യൻസിനെയും ആർട്ടിസ്റ്റിനെയും ഈ സിനിമ ലോകത്തെമ്പാടും കൃത്യമായി എത്തിച്ച് കൃത്യമായി അതിനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സഹായിച്ച മുഴുവൻ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ മേഖലയിൽ പ്രവർത്തിച്ചവരെയും ഇതിന്റെ മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിച്ചവരോടും ഒക്കെയുള്ള ഭാവന സ്റ്റുഡിയോസിന്റെ നന്ദി ആദ്യം തന്നെ സൂചിപ്പിക്കുകയാണ്. സംവിധായകനല്ല ആ ഒരു സ്നേഹ പുരസ്കാരം നൽകാൻ ഞാൻ ശ്രീ അമൽ നിരുദ്ധനോട് അഭ്യർത്ഥിക്കുകയാണ്. സോ പ്ലീസ് ഡു ദ ഓണേഴ്സ് ടു അവർ വെരി ഡിയർ ഡയറക്ടർ ഗിരീഷ് ഏടി. ഇത്രയും വലിയ വിജയം തോളിലേക്ക് സ്ഥിതിക്ക് 2 വാക്ക് സംസാരിക്കാം. നമസ്കാരം. ഇവിടെ നമ്മുടെ പ്രേമലുവിന്റെ വിജയാഘോഷത്തിനായി വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ 3ാമത്തെ പടമാണ്. 4 പടം ചെയ്തു, 3ാമത്തെ പടമാണ് റിലീസാവുന്നത്. ഒരു പടം റിലീസായിട്ടില്ല. പക്ഷെ ആ 3 പടം വിജയിച്ചായിരുന്നു. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇവന്റ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. പല കാരണം കൊണ്ടും ബാക്കി 2 പടങ്ങൾക്കും അത് സാധിച്ചിരുന്നില്ല. അപ്പോൾ എനിക്കിത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അത് സാധ്യമാക്കി തന്ന നമ്മുടെ ഭാവന സ്റ്റുഡിയോസിന്
നന്ദി പറയുന്നു. പിന്നെ പടം എന്താ പറയണ്ടേന്ന് അറിയില്ല, മറന്നുപോയില്ല. അതെ, പടം ഇത് ഇങ്ങനെ ഒരു സക്സസ് ആവാൻ കാരണം നമ്മുടെ കൂടെ വർക്ക് ചെയ്ത എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അവർ കാണിച്ചൊരു എനർജി ഉണ്ട് ഈ പടത്തിന്റെ ത്രൂ ഔട്ട് കാണിച്ച. അത് നമുക്കിപ്പോ പേരെടുത്ത് പറയാൻ പറ്റില്ല. എല്ലാവരും ഭയങ്കര രസമായിട്ട്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എനർജറ്റിക് ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എല്ലാ സെറ്റിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഏതെങ്കിലും ഈഗോ ക്ലാഷുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് സാധാരണ. അതൊന്നുമില്ലാതെ ത്രൂ ഔട്ട് ഇത്രയും കുറച്ചും കൂടി വലിയ ഷൂട്ടായിരുന്നു ഇത്, കുറച്ചും കൂടി ബഡ്ജറ്റ് കൂടിയ പടമായിരുന്നു. പക്ഷെ അതൊന്നും ഇല്ലാതെ ഭയങ്കര രസമായിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് പോയ ഒരു സെറ്റായിരുന്നു ഇത്. അത് എനിക്ക് അതും ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ പേരെടുത്ത് പറയാൻ തുടങ്ങിയ എല്ലാവരുടെ പേരും പറയേണ്ടി വരും, അതുകൊണ്ട് പറയുന്നില്ല. ഒരുപാട് സന്തോഷമുണ്ട്, നിങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയും എനിക്ക് ഈ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ പ്രേമലു വിജയമാക്കി തീർത്ത പ്രേക്ഷകരോടും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു. വ്യക്തികളും അവരുടേതായ കഥാപാത്രങ്ങൾ അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് സിനിമ ഓടുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അങ്ങനെ ഓടുന്ന സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഇപ്പം ഈ വേദിയിലാണെങ്കിലും എനിക്കൊരു അവസരം കിട്ടിയ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു.